ഹലോ. അങ്ങനെ ഇത്തവണത്തെ വെക്കേഷനും കഴിഞ്ഞ് തിരിച്ചു പോരാറായിട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിലേക്കൊന്ന് വന്നതാണ് അച്ഛനെയും അമ്മയും അനിയനെ കാണാൻ വേണ്ടിയിട്ട്. അച്ഛനും അമ്മയൊക്കെ ഞങ്ങൾ വന്നപ്പോഴേ ഓടി വെളിയിൽ വന്നു. അനിയനെ കണ്ടില്ല പുറത്ത്. അപ്പോൾ അകത്ത് കയറി ചെന്നപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അവനാണെങ്കിൽ അളിയനും പെങ്ങൾക്കും വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് എന്തോ കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛനും ഇവിടെ അതാ മീൻ വറക്കുന്നു. ഈ കാണുന്ന ഫേസ് ഭാര്യ വീട്ടിൽ വന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാണ്ട് ബോറടിച്ചിരിക്കുന്ന എൻ്റെ കെട്ടിയവൻ്റെ ഫേസ് ആണ് കേട്ടോ. അനിയനാണെങ്കിൽ അവൻ ഉണ്ടാക്കിയ കറി സ്വന്തമായിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് സൂപ്പറാണെന്ന് പറയാണ്. ഇങ്ങനെ അനിയൻ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ അമ്മയും വീട്ടിലെ പണിയുടെ ഒക്കെ ഇടയ്ക്ക് ഓടി ഒന്ന് കടവര വന്നാണ്. ഇവിടെ ആണെങ്കിൽ ബോണ്ട റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഉഴുന്നുവട, ഏത്തക്കാപ്പവും പരിപ്പുവടയും സുഹീനും ഒക്കെ റെഡി ആയിട്ട് ഇങ്ങനെ ചില്ലുകൂട്ടിൽ ഇരിപ്പുണ്ട്. ഇപ്പം കടയിൽ തിരക്കാൻ തുടങ്ങും. അതിനു മുമ്പ് ഞങ്ങൾ വേഗം വന്ന് ചോറ് കഴിക്കാണ് കേട്ടോ. എല്ലാവരും കൂടി ഇരുന്ന് വാഴയിലൊക്കെ വെട്ടി അതിലാണ് ചോറ് കഴിച്ചത്. ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ എൻ്റെ വായിൽ വെള്ളം വരാണ് കേട്ടോ. അത്ര ടേസ്റ്റ് ആയിരുന്നു ഫുഡിനൊക്കെ. അങ്ങനെ കഴിച്ചിട്ട് വേഗം അമ്മ കടയിൽ പോയി. അപ്പോൾ കഴിഞ്ഞ ദിവസം അമ്മ ഈ കട സ്റ്റാർട്ട് ചെയ്തതിനെ പറ്റിയും അമ്മയുടെ എഫേർട്ടിനെ പറ്റിയൊക്കെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ നിങ്ങളുടെ സൈഡിൽ നിന്ന്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. പിന്നെ ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് അമ്മ ആർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് തന്നു വിടാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്യുന്ന സാധനങ്ങളാണ് കേട്ടോ. ഒരു ചാക്ക് സാധനങ്ങളാണ് എനിക്ക് തന്നു വിട്ടത്. എൻ്റെ അനിയൻ അവിടെ ഇരുന്ന് എന്നെ കളിയാക്കുകയാണ് കേട്ടോ. അവൻ കഴിക്കേണ്ട സാധനങ്ങളെല്ലാം അമ്മ എനിക്ക് പാക്ക് ചെയ്ത് തന്നു വിടുന്നു എന്ന് പറഞ്ഞിട്ട് ഇനി അടുത്ത വെക്കേഷൻ വരെ ഒന്നും എടുക്കാൻ ഞാൻ വരില്ല എന്ന് അവനോട് തിരിച്ച് പറഞ്ഞിട്ടാണ് കേട്ടോ പോരുന്നത്. അപ്പോൾ ഇനി ഒന്ന് രണ്ടും പറഞ്ഞ് അനിയനോട് ഇങ്ങനെ വഴക്കുണ്ടാക്കാനും അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഒക്കെ ഇരിക്കാൻ ഇനി അടുത്ത വെക്കേഷൻ വരെ കാത്തിരിക്കണം.